യേശുവല്ലാതെ എനിക്ക് ആരുള്ളൂ? യേശുവല്ലാതെ നമുക്ക് ആരുള്ളൂ? യേശുവല്ലാതെ നമുക്ക് ആരുള്ളൂ? യേശുവല്ലാതെ നമുക്ക് ആരുള്ളൂ? എന്നേശുവേ ഹല്ലേലൂയ, എന്നേശുവേ ഹല്ലേലൂയ, എന്നേശുവേ ഹല്ലേലൂയ, എന്നേശുവേ ഹല്ലേലൂയ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം 136 അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. ശ്രദ്ധിച്ചാട്ടെ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വേദപുസ്തകത്തിനകത്ത് എല്ലാവരും വായിക്കുകയും ഓർത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 136. അതിനകത്ത് ആഴമേറിയ സ്തുതി. എന്താ സ്തുതി? ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചുള്ള സ്തുതി. ഇത്രയും നാൾ നടന്നു വന്ന അത്ഭുതങ്ങളെക്കുറിച്ച്, വഴിയാത്രകളെക്കുറിച്ച് ഇസ്രായേൽ ജനം പറയുമ്പോൾ ഇവിടം വരെ ഞങ്ങൾ എത്തിയത് ദയയാലാണ് എന്നൊരു വാക്ക് കാണുന്നു. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഓ ജീസസ്, ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നത് പോലെ തന്നെ, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ സ്തുതിക്കേണ്ട ഒന്നാണ് ദൈവത്തിൻ്റെ ദയ. നമ്മളിന്നായിരിക്കുന്ന ദൈവത്തിൻ്റെ ദയയാണ്. ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് പാടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിലനിന്നിരിക്കും. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ദാനമാണ്. കരുണ എന്ന് പറഞ്ഞാൽ അർഹിച്ചത് നമുക്ക് ലഭിക്കാത്തതാണ്. എന്നാൽ ദയ എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കാൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മൾ. ആ മരണത്തിലേക്ക്, തൂക്കുകയറിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ജഡ്ജിക്ക് തോന്നിയ ഒരു അനുകമ്പയാണ് ദയ. അതെ, വലിയ തകർച്ചയിലേക്ക് പോയ നമ്മെ പിതാവിന് തോന്നിയ ഒരു വലിയ അനുകമ്പയാൽ ജീവിതത്തേക്ക് തിരിച്ചു വന്ന വ്യക്തികളാണ് നമ്മൾ. അതിൻ്റെ പേരാണ് ദയ. ഇന്ന് ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ദയ വലുതാണ്. എത്രയോ അനർത്ഥങ്ങൾ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവ് മാറ്റി. ദയയാണ്. ഞാനിത് പറയുമ്പോൾ ഒരു വാക്ക് എനിക്ക് കർത്താവ് ഓർപ്പിക്കുന്നു. ദാവീദ് പെട്ടകം കൊണ്ടുവന്ന ശേഷം ആ പെട്ടകത്തിൻ്റെ മഹത്വം നിലനിർത്താൻ ഗായക സംഘത്തെ രൂപീകരിക്കുമ്പോൾ അവർക്ക് പാടുവാൻ കൊടുത്ത ഒരു പാട്ടാണ് എല്ലായ്പ്പോഴും പാടണം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദയ പാടും തോറും മഹത്വം നിലനിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദയ വലുതാണ്. അത് ജീവനേക്കാൾ വലുതാണ്. പ്രത്യേകിച്ച് അത് രാവിലെ തോറും പുതുതാണ്. ദയയാൽ നിങ്ങൾ നിലനിന്നിരിക്കും. ഇന്ന് തിരുവചനം പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ മേഴ്സി നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ്. എത്ര പേർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു? ദൈവത്തിൻ്റെ ഈ കരുണ, ദൈവത്തിൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം നിങ്ങളുടെ മേൽ കർത്താവ് പകരുകയാണ്. യെസ് ലോർഡ്. എനിക്ക് ഈ വചനം പറയുമ്പോൾ ഒരു ബോധ്യം ലഭിക്കുന്നു. സ്തോത്രം. അന്ന് ദാവീദിൻ്റെ കൊട്ടാരത്തിൽ യോനാഥാന്റെ മകന് ഒരു ഇരിപ്പിടം കിട്ടിയതുപോലെ അതിനെക്കുറിച്ച് പറയുന്നത് ദയ കിട്ടിയെന്ന. അർഹതയില്ലാത്ത ചില സ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ കയറ്റി ഇരുത്തുന്ന ഒരു ദയ വെളിപ്പെടാൻ പോവുകയാണ്. യെസ്, അങ്ങനെ ചില വഴികൾ, അങ്ങനെ ചില സ്ഥാനങ്ങൾ ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്നു. നിങ്ങൾക്കും പാടാം, നമുക്കും പാടാം അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച്
ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. രാവിലെ തോറും അങ്ങയുടെ ദയ പുതിയതായിരിക്കും. ഇന്നൊരു പുതിയ ദയയെ ഞങ്ങളുടെ മീതെ അങ്ങ് പകരുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് നല്ലവനാണ്. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളെല്ലാം കർത്താവെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചവൻ ഇനിമേലായാലും കർത്താവെ ഞങ്ങളുടെ മേൽ അത്ഭുതത്തെ പ്രവർത്തിക്കും. അങ്ങയുടെ ദയയാൽ ഞങ്ങളെ നടത്തും. അങ്ങയുടെ ദയയെ ഞങ്ങൾ കീർത്തിക്കുന്നു. യേശുവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും അങ്ങയുടെ ദയ വലുതായി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ തലമുറകളിൽ, കുഞ്ഞുങ്ങളിലെല്ലാം കർത്താവെ അവരുടെ ദയ വലുതായിരിക്കട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസ മേഖല അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ദയയാൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ നടത്തപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായി ദൈവം നിങ്ങളെ നടത്തും. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുപ്പ, ഈ മക്കളുടെ രോഗങ്ങൾ, കടങ്ങൾ, തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അവരുടെ മേലൊരു ദയ വെളിപ്പെടണമേ, ഒരു ദയ വെളിപ്പെടണമേ. അവരിൽ മേൽ ഇറങ്ങിയ ദൈവത്തിൻ്റെ അത്ഭുതകരമായ അടയാളപരമായ ഇടപെടലുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരും പാടട്ടെ. എൻ്റെ കുടുംബത്തോട്, എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദയ വലുത്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയാലും അലങ്കരിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സൗഖ്യത്തോടെയും സന്തോഷത്തോടെ ആയിരിക്കുക. ദൈവത്തിൻ്റെ ദയ നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. ശലോം.